2000 വർഷങ്ങൾക്ക് മുമ്പ് പെറുവിലെ നാസ്ക മരുഭൂമിയിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഒരുപാട് ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ അത് സാധാരണ ചിത്രങ്ങളായിരുന്നില്ല, മറിച്ച് പൈലറ്റുമാർക്കും സാറ്റലൈറ്റിനും മാത്രം കാണാൻ പറ്റുന്ന വളരെ വലിയ ചിത്രങ്ങളാണ് അവർ മണ്ണിൽ വരച്ചു വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്രയും വലിയ ചിത്രങ്ങൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്ക് ഇങ്ങനെ വരയ്ക്കാൻ സാധിച്ചത്? ഇത് വരച്ചത് മനുഷ്യൻ തന്നെയാണോ, അതോ അമാനുഷിക ശക്തിയുള്ള മറ്റാരുടെയെങ്കിലും ഒരു സൃഷ്ടിയാണോ ഇത്? സോ ഇന്ന് ക്രേസിപീഡിയ നിങ്ങളെ കൊണ്ടുപോകുന്നത് നാസ്ക മരുഭൂമിയിലെ നാസ്ക ലൈൻസ് എന്ന വിചിത്രമായ ഒന്നിന്റെ അടുത്തേക്കാണ്. നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പെറു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ചിലതാണ് മാച്ചു പിച്ചു, ഇൻക സിവിലൈസേഷൻ എന്നിങ്ങനെയുള്ളത്. ഇതിനോടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന നാസ്ക മരുഭൂമിയിലാണ് 1000-ൽ കൂടുതൽ വളരെ വലിയ ചിത്രങ്ങൾ അവിടെയുള്ള മണ്ണിൽ കൊത്തിവെച്ചിരിക്കുന്നത്. അവിടെയുള്ള മണ്ണിന്റെയും കാലാവസ്ഥയുടെയും പ്രത്യേകത കാരണം ഇത് ഒരുപാട് വർഷം കേടുകൂടാതെ നിലനിൽക്കും. ഇതിൽ ഒരുപാട് രീതിയിലുള്ള ചിത്രങ്ങൾ നാസ്ക സിവിലൈസേഷനിൽ ജീവിച്ചിരുന്ന ആളുകൾ കൊത്തിവെച്ചിട്ടുണ്ട്. BC 500 മുതൽ AD 500 വരെയായിരുന്നു നാസ്ക സിവിലൈസേഷന്റെ കാലഘട്ടം. ഇവർ വരച്ചിരുന്ന ഡ്രോയിങ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം സ്ട്രെയിറ്റ് ലൈൻസ് ആണ് ഉള്ളത്. ഇതിന്റെ നീളം 10 മുതൽ 15 കിലോമീറ്റർ വരെയാണ്. എങ്ങനെയായിരിക്കും അവർ ഇത്രയും നീളമുള്ള ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ടാവുക? അതുപോലെ ഇവർ മൃഗങ്ങളുടെ ഷേപ്പുകളും വരച്ചിട്ടുണ്ട്. മങ്കി, ഹമ്മിങ് ബേർഡ്, തിമിംഗലം, ചിലന്തി എന്നിവയൊക്കെയാണ് ഇവ. അതിനുശേഷം ഒരു ആസ്ട്രോനോട്ടിന് സാമ്യമുള്ള മനുഷ്യന്റെ രൂപമാണ് അടുത്തത്. പിന്നെ കുറച്ച് ജിയോമെട്രിക് പാറ്റേൺസ്, അതായത് ആരോ, സ്പൈറൽസ് എന്നിങ്ങനെയുള്ളവ. പക്ഷെ ഇവയൊന്നും നമുക്ക് നിലത്ത് നിന്ന്, അതായത് ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കുകയില്ല. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അവർ ഒരു മെഷീൻസും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും ലേസർ ലെവൽ ആക്യുറസിയിൽ ഇത്രയും വലിയ ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിച്ചത്? നമുക്ക് നോക്കാം അതെങ്ങനെയായിരിക്കുമെന്ന്. അതിനു മുമ്പ് ചെറിയൊരു കാര്യം കൂടി. അവിടെയുള്ള ചിത്രങ്ങൾ മാഞ്ഞു പോകാത്തതിന് 2 കാരണങ്ങളാണ്. ഒന്നാമത്തേത് മേഘങ്ങളില്ലാത്ത ആകാശമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തേത് ശക്തിയുള്ള കാറ്റിന്റെ അഭാവം. ഈ ചിത്രങ്ങൾ വരച്ചതിന് പിന്നിൽ ചരിത്രകാരന്മാർ പറയുന്നത് ഇവരുടെ കോർഡിനേഷനും എഫേർട്ടും തന്നെയാണ് എന്നതാണ്. എന്നാലും ഒരുപാട് തിയറീസ് ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അതിൽ ചിലതാണ് ഇവർ ആസ്ട്രോണോമിക്കൽ കലണ്ടറാണ് ഇവിടെ വരച്ചത് എന്ന്. സണ്ണും മൂണും സ്റ്റാർസും ഉപയോഗിച്ചുകൊണ്ടുള്ള കലണ്ടർ ഇവർ ദിവസങ്ങൾ പ്രവചിക്കാൻ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റൊന്നാണ്, മഴ പെയ്യാത്ത ഈ സ്ഥലത്ത് പണ്ടുകാലത്തെ ആളുകൾ മഴ പെയ്യാൻ വേണ്ടി ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനാണ് ഇത് വരച്ചത് എന്ന് പറയപ്പെടുന്നു. പിന്നെയുള്ള ഒരു തിയറി എന്നത് ഏലിയനുമായി ബന്ധപ്പെട്ടതാണ്. ചില ലൈനുകൾ റൺവേ ആയും അതുപോലെ തന്നെ ഒരു ആസ്ട്രോണോട്ടിന്റെ രൂപത്തിലുള്ള ചിത്രവും, ഒപ്പം ഈ ചിത്രങ്ങൾ ആകാശത്ത് നിന്നും മാത്രം കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു അവർ വരച്ചു വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ സ്ഥലം ഏലിയൻസിന്, അതായത് അന്യഗ്രഹ ജീവികൾക്ക് പണ്ടുകാലത്ത് ലാൻഡ് ചെയ്യാനുള്ള സ്ഥലമായി ഉപയോഗിച്ചുകൂടാ? അന്യഗ്രഹ ജീവികളായിരിക്കുമോ ഇതിനു മുന്നിൽ? കാരണം ഇത്രയ്ക്ക് ടാസ്ക് ഉള്ള ഒരു ജോലി ഒരു കാര്യവുമില്ലാതെ സാധാരണ മനുഷ്യർ ഒരിക്കലും ചെയ്യുകയില്ല. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. സത്യത്തിൽ ഇതിനു മുന്നിൽ മനുഷ്യന്റെ കയ്യൊപ്പാണോ അതോ ഏലിയൻസിന്റെ കറുത്ത കൈകളാണോ?